മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. ദില്ലിയിൽ ഡൽഹിയിൽ ഞാൻ ചുമതലയേറ്റതിനു ശേഷം ആദ്യമായിട്ടാണ് ഡൽഹിയിൽ എത്തുന്നത്. നാളെ കേരളത്തിലെ എംപിമാരുടെ സുപ്രധാനമായ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ കേരളത്തിൻ്റെ കാര്യങ്ങൾ ലോക്സഭയിൽ ശക്തമായി ഉന്നയിക്കുന്നതിനുള്ള രേഖകൾ എംപിമാർക്ക് നൽകും. അതിൽ നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വിഴിഞ്ഞം പദ്ധതി, ഇപ്പോൾ കേന്ദ്രം താത്വികമായി അംഗീകരിച്ച കുളച്ചൽ പദ്ധതി, ഈ കാര്യങ്ങളിൽ നമ്മുടേതായ അഭിപ്രായങ്ങൾ എംപിമാരെ അറിയിച്ച് പാർലമെൻറ്റിനകത്ത് കൂട്ടായി വിഴിഞ്ഞം പദ്ധതി തടസ്സം കൂടാതെ പ്രാവർത്തികമാക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്നുള്ള ഒരു ചർച്ചയാണ് നാളെ. മറ്റു വിഷയങ്ങളോടൊപ്പം അത് മാത്രമല്ല, കേരളത്തെ ബാധിക്കുന്നതും കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുമായ വിവിധ പരിപാടികൾ, പദ്ധതികളും മറ്റു പരിപാടികളുമുണ്ട്. അതെല്ലാം തന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനം വേണം. അത് സ്വാഭാവികമായും പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ അതിന് മുമ്പായി ഇത്തരം യോഗങ്ങൾ നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു സജീവ പ്രശ്നമായി വന്നതുകൊണ്ട് തീർച്ചയായും ആ കാര്യങ്ങൾ കൂടി നമ്മുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നമ്മുടെ പദ്ധതി സുഗമമായി പ്രാവർത്തികമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്നതാണ് നാളത്തെ യോഗത്തിൻ്റെ പ്രധാനമായ ഒരു ഉദ്ദേശം. അതെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്നലെ ഇത് സംബന്ധിച്ച് നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉണ്ടായിരുന്നു. ആ നിയമസഭയിൽ ഉന്നയിച്ച ആ സബ്മിഷന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ വായിച്ചു കാണും. അത് കേരളത്തിൻ്റെ സമയബന്ധിതമായി തന്നെ അത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് LDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും അതുപോലെ തന്നെ ഗവർണർ പ്രഖ്യാപനത്തിലും നമ്മുടെ മുഖ്യമന്ത്രി ഇത് ആവർത്തിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് എല്ലാ പ്രവർത്തനങ്ങളും നടപടികളും സ്വീകരിക്കും. കേന്ദ്രത്തിൽ ലഭ്യമാകേണ്ട സഹായങ്ങൾ ഉണ്ടാകണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുളച്ചൽ ഉണ്ടാകുന്നതുകൊണ്ട് മറ്റ് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു തുറമുഖം ഉണ്ടാകുന്നതും വികസന പ്രവർത്തനം ഉണ്ടാകുന്നതും തടസ്സം ഉണ്ടാക്കേണ്ട കാര്യം അതിൽ നമുക്ക് വ്യത്യസ്തമായ നിലപാടുകളില്ല. പക്ഷേ കേവലം 30 കിലോമീറ്റർ മാത്രം അകലങ്ങളിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് മറ്റൊരു ഇതുപോലെ തന്നെ അന്തർദേശീയ പ്രാധാന്യമുള്ള ഒരു തുറമുഖം ഉണ്ടാകുന്നതിൻ്റെ പ്രായോഗികത, അത് പ്രവർത്തനത്തിൽ വന്നു കഴിഞ്ഞാൽ 2 തുറമുഖങ്ങൾക്കും അതുകൊണ്ട് ഉണ്ടാകാവുന്ന ഗുണം അല്ലെങ്കിൽ നേട്ടം സ്വാഭാവികമായി അത് പരിമിതപ്പെടുമെന്ന കാര്യത്തിൽ അത് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നമുക്ക് ബോധ്യമായിട്ടില്ല. അതുകൊണ്ട് കേന്ദ്രം ഈ നിലപാട് സ്വീകരിച്ചപ്പോൾ അതുമൂലം ഉണ്ടാകാവുന്ന മറ്റ് എതിർപ്പുകളോ അല്ലെങ്കിൽ നമുക്ക് തുറമുഖങ്ങൾ ഉണ്ടാകുന്നതിനോടല്ല, നേരെ മറിച്ച് ഇത്രയും വിസ്തൃതമായ വലിയ മദർഷിപ്പ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തുറമുഖം, നൈസർഗികമായി തന്നെ വിഴിഞ്ഞത്തുള്ളൊരു ചെറിയ സൗകര്യങ്ങളുണ്ട്. ഏത് വലിയ കണ്ടെയ്നറുകളും ഷിപ്പുകളെയും സ്വീകരിക്കാൻ കഴിയുന്ന പ്രകൃതിദത്തമായ സൗകര്യങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം. അതുകൊണ്ട് ഇതുമൂലം ഉണ്ടാകാവുന്ന അതിൻ്റെ മറ്റ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കേന്ദ്രത്തെ ക്രിയാത്മകമായ നിലയിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്ന നിലക്ക് അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കേരളത്തിൻ്റെതായ ചില അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ എഴുതി അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ നിയമസഭയിലും മുഖ്യമന്ത്രി അതിനെ ആവർത്തിക്കുകയുണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്ത് വേറെ കൂട്ടിച്ചേർക്കാനില്ല. തീർച്ചയായും ഈ ഇല്ല, ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു സ്വഭാവമൊന്നും സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. ഈ കാര്യത്തിലും മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകൾ വളരെ പരിപക്വമായിരുന്നു. അത് പറയേണ്ട ആ നിലവാരത്തിൽ തന്നെ പറയുകയും ഏതെങ്കിലും നിലയിലുള്ള ഒരു നമ്മുടെ ഏറ്റുമുട്ടലിൻ്റെയോ അല്ലെങ്കിൽ മറ്റു നിലയിലുള്ള ഒരു അനാരോഗ്യകരമായ നിലപാടുകളൊന്നും ഇവർ സ്വീകരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ എന്താണ്, പ്രധാനമന്ത്രിയുമായും മറ്റും സംസാരിച്ച ശേഷം നിലപാടുകൾ അറിഞ്ഞ ശേഷം സംസ്ഥാന ഗവൺമെൻറ് തീർച്ചയായും അതിനെക്കുറിച്ച് ആലോചിച്ച് എങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുമെന്നല്ലാതെ ഇപ്പോൾ നിലവിലുള്ള നിലപാടുകൾ
നമ്മുടെ മുഖ്യമന്ത്രി തന്നെ വളരെ അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത നില വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മറ്റു നിലയിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ബാധ്യതയൊന്നുമല്ല. നമ്മുടെ ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കണം. അതിന് വിഘാതം ഉണ്ടാക്കുന്ന നിലയിൽ കുളച്ചിൽ രൂപാന്തരം പ്രാപിക്കുന്നതിനുള്ള ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അവരത് മനസ്സിലാക്കാൻ സന്നദ്ധമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് നമ്മുടെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനമാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി തീർച്ചയായും അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉചിതമായ നിലപാടുകൾ സ്വീകരിക്കും. അപ്പോൾ ഇതിൽ തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മുടെ ഈ കാര്യത്തിലുള്ള കാഴ്ചപ്പാട്. അത് കാലാവധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഇന്നലെയും നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ ഇന്നിപ്പം